സ്റ്റുഡൻസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പേപ്പറിലെ യൂണിറ്റ് 2 കണ്ടിന്യൂഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷനിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഡിസൈനിൻ്റെ ഹൈറാറിക്കൽ സ്റ്റെപ്സ്. ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുക. മെയിനായിട്ട് ഈ സ്റ്റെപ്സിൽ ഇൻവോൾവ് ആവുന്നത് ഫസ്റ്റത്തെ ഡാറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആൻഡ് ലാസ്റ്റ് സിസ്റ്റം പ്രോസസ്സിംഗ്. ഇത്രയും സ്റ്റെപ്പുകളാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഡാറ്റ എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ പാർട്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഏറ്റവും ചെറിയൊരു പാർട്ടിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത്, ആ ഇൻഫർമേഷൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചും അത് ഏത് യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. സോ ഡാറ്റ എത്രയ്ക്ക് ആക്യുറേറ്റ് ആവുന്നു അത്രയും തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. സോ ഡാറ്റ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഇറ്റ്സെൽഫാണ്. നമ്മളൊരു സെർട്ടൈൻ ലൈനിലൂടെ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഫർമേഷനെ ട്രാൻസാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂൾസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫെർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാസ് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ റൂൾസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ട്രാൻസാക്ഷനായിട്ട് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നമുക്ക് സം റിലേഷൻസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ ട്രാൻസാക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആവാം. സോ ഇതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ പ്രോസസ്ഡ് എന്ന് പറയുന്നത് ബിസിനസ് റൂൾസ് ആയിരിക്കാം, കറക്റ്റ്നെസ് ആയിരിക്കാം, കൺസിസ്റ്റൻസി ഡാറ്റ വാല്യൂസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു പേഴ്സൺ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എക്വയർ ആയിട്ടുള്ള നോളേജാണ്. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് റൂളിന് ആവശ്യമായിട്ടുള്ള നോളേജസ് അത് ചിലപ്പോൾ ട്രാൻസാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. ഇതെല്ലാം നമുക്ക് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആണ്. സോ നമ്മൾ ഡാറ്റ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഡാറ്റ ഫൈനലൈസ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ പ്രോസസ്സ്. സോ ഈ ഒരു സ്റ്റേജിനാണ് നമ്മൾ എഫക്റ്റഡ് ആയിട്ടുള്ള ഫയൽസുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ നമ്മൾ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇങ്ങനെ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് റിസൾട്ട്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായിട്ടുള്ള ബിസിനസ് ഫങ്ഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പ്രോസസ്സിങ് നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ്, ഒരു വാലിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ആഫ്റ്റർ ട്രാൻസാക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഡാറ്റ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡാറ്റ ഫൈനലൈസേഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമേഷൻ സിസ്റ്റം പ്രോസസ്സിങ്. ഈ സിസ്റ്റം പ്രോസസ്സിങ് എന്ന് പറയുന്ന ഹയർ ലെവൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിന് ശേഷം പിന്നെയുള്ള ഹയർ ലെവൽ എന്ന് പറയുന്നത് സിസ്റ്റം പ്രോസസ്സിംഗ് ആണ്. സിസ്റ്റം എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് മേഡപ്സ് അല്ലെങ്കിൽ എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ സെവറൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഹയർ ലെവൽ ഇൻഫർമേഷൻ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് പ്രോസസ്സിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജനറലി നമ്മളെങ്ങനെയാണ്? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിൾ ആണ് സിസ്റ്റം ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. അത് സ്ട്രാറ്റജിക്കൽ മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു തന്ത്രപരമായ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റം ഔട്ട്പുട്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എന്ന മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. സോ എല്ലാ ഓർഗനൈസേഷനും ബേസിക് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്ന ആപ്ലിക്കേഷനും ഇത് തന്നെയാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. സോ MIS നമുക്ക് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻസ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക്
സോ ഇമ്പാക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് MIS ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻസ് ആണോ അത്രയും തന്നെ ഇമ്പാക്റ്റാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിലും പെർഫോമൻസിലും പ്രൊഡക്ടിവിറ്റിയിലും MISനുള്ള റോൾ എന്ന് പറയുന്നത്. ഈ ഇമ്പാക്റ്റ് ഓഫ് MIS ഓൺ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് മാർക്കറ്റിങ്ങിലായിക്കോട്ടെ, ഫിനാൻസിങ്ങിലായിക്കോട്ടെ, പ്രൊഡക്ഷനിൽ, പേഴ്സണൽസ് മീൻസ് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ വർക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിനും എല്ലാത്തിനും അവിടെ റോൾസ് ഉള്ളത് MISനാണ്. ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിങ്, അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ MIS വഴിയാണ് നോക്കുന്നത്. നമ്മൾ മാനേജേഴ്സിന് ഇൻഫോർമേഷൻസ് പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതും ഓരോ ബിസിനസ്സിൻ്റെ ആസ്പെക്ട്സ് വഴിയാണ്. സോ ഇതെല്ലാം ഫോർകാസ്റ്റ് ചെയ്യുന്നത് ലോങ് ടേം പെർസ്പെക്റ്റീവ് പ്ലാനിങ് വഴിയാണ്. സോ മാനേജേഴ്സിൻ്റെ അറ്റൻഷൻ നമുക്ക് ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ്റെ നേച്ചറിനെ അനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് MIS ആണ്. സോ MIS എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിനെ തന്നെയാണ്, ഓവറോൾ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഒരു MIS ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്, ഡാറ്റ എൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു MISനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനിഷനാണ് ഡാറ്റ എൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ MIS എന്ന് പറയുന്നത് സിസ്റ്റമൈസേഷൻസ് ഓഫ് ബിസിനസ് ഓപ്പറേഷനാണ്. ഒരു എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റം ഡിസൈൻ നമുക്കുണ്ടെങ്കിൽ MISനെ സംബന്ധിച്ച് ഒരു സിസ്റ്റമൈസേഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മാനേജർക്ക് കറക്റ്റായിട്ടുള്ള മാനേജർ എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിൽ പറ്റും. MIS എന്ന് പറയുന്ന ബേസിക് ആയിട്ട് സിസ്റ്റംസ് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നതും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്ലറിക്കൽ വർക്ക്സ് ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് വഴി റിലീവ് ചെയ്യാനും ഹ്യൂമൻ എഫേർട്സ് അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർ വർക്ക് ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടും നമുക്ക് MIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പാക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉള്ളത്.